children, in exercise 12 fourth question നമുക്ക് പഠിക്കാം. Fourth question, a triangle and a parallelogram have the same base. എന്താ പറഞ്ഞു വെച്ചാൽ ട്രയാങ്കിളിൻ്റെയും പാരലലോഗ്രാമിൻ്റെയും ബേസ് സെയിം ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ദ സെയിം ഏരിയ, അതിൻ്റെ രണ്ടിൻ്റെയും ഏരിയയും സെയിം ആണ്. If the sides of the triangle are 26 cm, 28 cm, 30 cm and the parallelogram stands on the base 28 cm, find the height of the parallelogram. ഇപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞാൽ എന്താ പറഞ്ഞിട്ടുള്ളത്? അതായത് ഇതൊരു പാരലലോഗ്രാമാണ്. പാരലലോഗ്രാം എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ പേരിടാം? എ ബി സി ഡി. എ ബി സി ഡി എന്ന് പറയുന്നത് ഒരു പാരലലോഗ്രാമാണ്. ഇനി നമുക്ക് ഡി ഇ എന്ന് പേര് കൊടുക്കാം ഇതിന്. ഇ എ ബി അല്ലെങ്കിൽ എ ബി ഇ, അതൊരു ട്രയാങ്കിളുമാണ്. ഈ രണ്ട് ട്രയാങ്കിളും പാരലലോഗ്രാമും ഒരേ ബേസിലാണ് നിൽക്കണമെന്ന് പറഞ്ഞു. ദ ട്രയാങ്കിൾ ആൻഡ് പാരലലോഗ്രാം ഹാവ് ദ സെയിം ബേസ്. ഒരേ ബേസ് കണ്ടാ, ഈ ട്രയാങ്കിളിൻ്റെ ബേസും ഇതാണ്, ഈ പാരലലോഗ്രാമിൻ്റെ ബേസും ഈ എ ബി ആണ്. ട്രയാങ്കിളിൻ്റെയും പാരലലോഗ്രാമിൻ്റെയും ബേസ് ഏതാ? എ ബി ആണ്. സെയിം ബേസിലാണ് പാരലലോഗ്രാമും ട്രയാങ്കിളും നിൽക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇഫ് ദ സൈഡ്സ് ഓഫ് ദ ട്രയാങ്കിളിൻ്റെ സൈഡ്സ് തന്നിട്ടുണ്ട്. ഒരു സൈഡ് 26, ഒരു സൈഡ് 28, ഒരു സൈഡ് 30. എന്തുകൊണ്ട് നമ്മൾ ഇത് 28 എടുത്തതെന്ന് വെച്ചാൽ മൂന്ന് സൈഡ്, ട്രയാങ്കിളിൻ്റെ മൂന്ന് സൈഡ് 26ഉം 28ഉം 30 ആണെന്നേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ നമ്മൾ ഈ സൈഡ്, ഈ എ ബി എന്ന് പറഞ്ഞാൽ രണ്ടിൻ്റെയും കൂടി ബേസായ സൈഡ് 28 എടുത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് ഇതിൽ പറഞ്ഞിട്ടുള്ളതുകൊണ്ടാണ്. ആൻഡ് ദ പാരലലോഗ്രാം സ്റ്റാൻഡ്സ് ഓൺ ദ ബേസ് 28 എന്നുള്ള ആ സൈഡാണ് ബേസ് ആയിട്ട് എടുക്കേണ്ടത്. അവിടെയാണ് പാരലലോഗ്രാം സ്റ്റാൻഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദ പാരലലോഗ്രാം. ഈ പാരലലോഗ്രാമിൻ്റെ ഹൈറ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഈ പാരലലോഗ്രാമിൻ്റെ ഈ വെർട്ടെക്സ് നിന്ന് ഈ സൈഡിലേക്കുള്ള ഈ ലെങ്ത്ത്, ഇതാണ് ഹൈറ്റ്, എച്ച്. പാരലലോഗ്രാമിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ സൈഡൊന്നുമല്ല, വെർട്ടെക്സ് നിന്ന് ഇങ്ങോട്ടുള്ള പെർപെൻഡിക്കുലർ ഹൈറ്റ്, അതാണ് എച്ച് എന്ന് പറയുന്നത്. അത് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. ഇതാ സെയിം ബേസ് ആൻഡ് സെയിം ഏരിയ. ഈ ട്രയാങ്കിളിൻ്റെയും ഈ പാരലലോഗ്രാമിൻ്റെയും ബേസ് സെയിം ആയതുപോലെ തന്നെ ഇതിൻ്റെ രണ്ടിൻ്റെയും ഏരിയ സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടിൻ്റെയും ഏരിയ സെയിം ആണെന്ന് പറഞ്ഞിട്ട്. പക്ഷേ നമുക്ക് പാരലലോഗ്രാമിൻ്റെ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ ഈ എച്ച് അറിഞ്ഞാലേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പാരലലോഗ്രാമിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ നമുക്ക് എളുപ്പമല്ല. പക്ഷേ അതിന് പകരം ട്രയാങ്കിളിൻ്റെ ഏരിയ നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. 3 സൈഡ് തന്നാൽ ഹെറോൺസ് ഫോർമുല ഉപയോഗിച്ചിട്ട് ട്രയാങ്കിളിൻ്റെ ഏരിയ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ പാരലലോഗ്രാമിൻ്റെ ഏരിയ നമുക്കറിയാം, കാരണം ട്രയാങ്കിളിൻ്റെയും പാരലലോഗ്രാമിൻ്റെയും ഏരിയ സെയിം ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിച്ചാൽ അത് തന്നെയാണ് പാരലലോഗ്രാമിൻ്റെയും ഏരിയ. ഈ പാരലലോഗ്രാമിൻ്റെ ഏരിയ നമ്മൾ കാണണമെങ്കിൽ നമുക്ക് ബി എച്ച് ആണ് പാരലലോഗ്രാമിൻ്റെ ഏരിയ കാണാനുള്ള ഫോർമുല. ബി എന്ന് പറഞ്ഞാൽ ബേസ്, എച്ച് എന്ന് പറഞ്ഞാൽ ഹൈറ്റ്. അതിലത്തെ ബി 28 തന്നെയാണ് പാരലലോഗ്രാമിൻ്റെയും. എച്ച് നമുക്കറിയാത്തത്. അപ്പോൾ ബി എച്ച് എന്ന് പറയുന്നതിന് ബി ഇത് കൊടുക്കുക, എച്ച് എന്നുള്ളതിന് എച്ച് കൊടുക്കുക. ബി എച്ച് ആണ് ഏരിയ കാണാനുള്ള ഫോർമുല. അപ്പോൾ ബി എച്ച് ഇസ് ഈക്വൽ ടു ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ സെയിം അല്ലേ, അങ്ങനെ കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ചെയ്യുമ്പോൾ കൂടുതൽ മനസ്സിലാവും. ചെയ്യാം. അപ്പോൾ നമുക്ക് എഴുതാം. ഫോർ ദ ട്രയാങ്കിളിന് എ ഇസ് ഈക്വൽ ടു 26 സെൻറ്റിമീറ്റർ, ബി ഇസ് ഈക്വൽ ടു 28 സെൻറ്റിമീറ്റർ, സി ഇസ് ഈക്വൽ ടു ഏതെങ്കിലും കൊടുത്താൽ എ ബി സി ഏത് കൊടുത്താലും കുഴപ്പമില്ല, 30 സെൻറ്റിമീറ്റർ. ഓർഡർ ഏതായാലും A1, B1, C1 അത്രയേ ഉള്ളൂ. ഇനി അപ്പോൾ നമുക്ക് ഹെറോൺസ് ഫോർമുല ഉപയോഗിച്ച് ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാം. എയും ബിയും സിയും തന്നിട്ടുണ്ട്, ട്രയാങ്കിളിൻ്റെ 3 സൈഡും തന്നിട്ടുണ്ട്. അപ്പോൾ ഹെറോൺസ് ഫോർമുല ഉപയോഗിച്ചിട്ട് ഏരിയ കാണുന്നതിന് ആദ്യം എസ് കാണണം. എസ് ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി ബൈ 2 ആണ്. എ എന്ന് പറഞ്ഞാൽ 26, ബി എന്ന് പറഞ്ഞാൽ 28, സി എന്ന് പറഞ്ഞാൽ 30 ബൈ 2. ഇത് എല്ലാം കൂടി ആഡ് ചെയ്ത് എത്ര കിട്ടുക? 28ഉം 26ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുക? എല്ലാം കൂടെ ഒന്നിച്ച് ആഡ് ചെയ്യാതെന്നല്ല, 28, 30. അപ്പോൾ 6, 14, റിമൈൻഡർ 1, 4, 7, 84 എന്നാണ് ആൻസർ. ഈക്വൽ ടു 84 ഡിവൈഡഡ് ബൈ 2.
84 ഡിവൈഡഡ് ബൈ 2 എത്ര കിട്ടുക? 84നെ 200, 8നെ 200 ഡിവൈഡ് ചെയ്യുമ്പോൾ 4 എന്ന് കിട്ടും, 4നെ 200 2 എന്ന് കിട്ടും. അപ്പോൾ ഇത്രയും സെൻറ്റിമീറ്റർ എന്നാണ് എസ് കിട്ടുക. ഇനി therefore ഏരിയ ഓഫ് ട്രയാങ്കിൾ ഈക്വൽ ടു നമുക്ക് ഫോർമുല എഴുതാം. റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി. ദാറ്റ് ഈസ് ഈക്വൽ ടു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എസിൻ്റെ വാല്യൂ എത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്? 42 ഇൻറ്റു 42 മൈനസ് എ എത്ര? 26. 42 മൈനസ് അടുത്തത് 28, അടുത്തത് 42 മൈനസ് 30, അത്രയും റൂട്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു 42 ഇൻറ്റു 42 മൈനസ് 26. 42ന്ന് 26 മൈനസ് ചെയ്താൽ എത്ര കിട്ടുക? നമുക്ക് എത്ര കിട്ടുക? 14 കിട്ടും അല്ലേ? 14 അല്ല കിട്ടുക, നമുക്ക് ചെയ്ത് നോക്കാം. 42 മൈനസ് 26 അപ്പോൾ എത്ര കിട്ടുക? 6ഉം 1ഉം അപ്പോൾ എത്ര കിട്ടുക? 16 ആണ് കിട്ടുക. 14 അല്ല 16 ഇൻറ്റു 42 മൈനസ് 28. 42 മൈനസ് 28 അപ്പോൾ എത്ര കിട്ടുക? 14 ആണ് കിട്ടുക. ഇൻറ്റു 42 മൈനസ് 30 അപ്പോൾ എത്ര കിട്ടുക? 12. അപ്പോൾ നമുക്കിത് ഡിവൈഡ് ചെയ്യുമ്പോൾ 42 ഇൻറ്റു 16 ഇൻറ്റു 14 ഇൻറ്റു 12 എന്ന് കിട്ടും ആൻസർ. ഈക്വൽ ടു 14നെ പ്രൈം ഫാക്ടറൈസേഷൻ, നമുക്കിതിനെ എല്ലാത്തിനെയും പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തിട്ട് പെയർ ഓരോന്ന് പുറത്തെടുക്കാം. 42നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 1, 21നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 7. അപ്പോൾ 42നെ നമുക്ക് എങ്ങനെ എഴുതാം? 2 ഇൻറ്റു 3 ഇൻറ്റു 7 എന്ന് എഴുതാം. 16നെ നമുക്ക് എങ്ങനെയാണെന്ന് എഴുതാമെന്നറിയാം. 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 റൈസ് ടു 4 ആണ് 16. അപ്പോൾ അതങ്ങനെ എഴുതാം. ഈക്വൽ ഇൻറ്റു 14 എങ്ങനെ എഴുതാം? 7 ഇൻറ്റു 2, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. 14. ഇനി 12നെ എങ്ങനെ എഴുതാം? 2 ഇൻറ്റു 2 ഇൻറ്റു 3 എന്ന് എഴുതാം. ഇതുപോലെ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് നോക്കുക അത് ഓരോന്നും. അപ്പോൾ ഇങ്ങനെയാണ് കിട്ടുക. ഇനി നമുക്ക് ഇതൊന്ന് പെയറായിട്ട് ഓരോന്ന് പുറത്തെടുക്കാം. 2 ഇതും ഇതിൽ നിന്ന് ഒരു 2 എടുത്തു ഇൻറ്റു റൂട്ട് കളയാനാണ് നമ്മൾ ചെയ്യുന്നത്. റൂട്ടിൻ്റെ ഉള്ളിൽ 2 2 ഉണ്ടെങ്കിൽ നമ്മൾ റൂട്ട് കളഞ്ഞിട്ട് പുറത്തേക്ക് ഒരു 2 എഴുതും. അങ്ങനെയാണ് നമ്മൾ സ്ക്വയർ റൂട്ട് കാണാൻ പഠിച്ചതാണല്ലോ. ഈ 3 അതിലത്തെ ഒരു 3 എടുത്തു ഇൻറ്റു ഈ 7 അതിലത്തെ ഒരു 7 എടുത്തു. പിന്നെ ഇവിടെ 2 2 അതിലത്തെ ഒരു 2 എടുത്തു. ഈ വീണ്ടും 2 2 അതിലത്തെ ഒരു 2 എടുത്തു. ഇനിയുണ്ട് 2 2 അതിലത്തെ ഒരു 2 എടുത്തു. ഈക്വൽ ടു ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുക? 2 ഇൻറ്റു 3 6, 6 ഇൻറ്റു 7 42. അപ്പോൾ ഇത് 42 വരും. ഇത് എത്ര? 2 ഇൻറ്റു 2 4, 4 ഇൻറ്റു 2 8, 42 ഇൻറ്റു 8. അപ്പോൾ എത്ര കിട്ടുക ആൻസർ? 42 ഇൻറ്റു 8, 16 റിമൈൻഡർ 1, 32 പ്ലസ് 1 33. അപ്പോൾ എത്ര നമുക്ക് ആൻസർ കിട്ടുക? 336 അത്രയും സെൻറ്റിമീറ്റർ സ്ക്വയർ. അതാണ് എന്ത്? ട്രയാങ്കിളിൻ്റെ ഏരിയ. 336 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ട്രയാങ്കിളിൻ്റെ ഏരിയ. ഇനി നമ്മളോട് എന്താ പറഞ്ഞിരിക്കണേ നോക്കിയേ. ഈ ട്രയാങ്കിളിൻ്റെയും നമ്മൾ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടു നമ്മൾ. ഈ ട്രയാങ്കിളും ഈ പാരലലോഗ്രാം സെയിം ബേസിലാണ്, രണ്ടിൻ്റെയും ഏരിയയും സെയിം ആണ്. അപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ 336 ആണെങ്കിൽ പാരലലോഗ്രാമിൻ്റെ ഏരിയയും 336 തന്നെയായിരിക്കും, രണ്ട് സെയിം ആണ്. അപ്പോൾ നമുക്കത് എഴുതാം. ഏരിയ ഓഫ് പാരലലോഗ്രാം ഇസ് ഈക്വൽ ടു therefore ഏരിയ ഓഫ് പാരലലോഗ്രാം ഈക്വൽ ടു ഏരിയ ഓഫ് പാരലലോഗ്രാം എന്ന് പറഞ്ഞാൽ ഏതാണ്? ഏരിയ ഓഫ് ട്രയാങ്കിൾ. അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളതാണ്. ഏരിയ ഓഫ് പാരലലോഗ്രാം എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ട്രയാങ്കിൾ. അപ്പോൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ എത്ര കിട്ടിയത്? 336. ഏരിയ ഓഫ് പാരലലോഗ്രാം അപ്പോൾ നമുക്ക് 336 ആണ്. ഇനി പാരലലോഗ്രാമിൻ്റെ ഏരിയ കാണാൻ വേണ്ടിയുള്ള ഫോർമുല എഴുതാം. therefore ബേസ് ഇൻറ്റു ഹൈറ്റ് ഈക്വൽ ടു 336 സെൻറ്റിമീറ്റർ സ്ക്വയർ.
പാരലലോഗ്രാമിൻ്റെ ഏരിയ 336 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. പാരലലോഗ്രാമിൻ്റെ ഏരിയ കാണാനുള്ള ഫോർമുല ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. അപ്പോൾ ആ ബേസ് ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്നതാണ് 336. നമുക്കിവിടെ ഏരിയ അറിയാം, പക്ഷെ ഹൈറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയാണ് നമ്മൾ എഴുതാറ്. ഒരു പാരലലോഗ്രാമിൻ്റെ ഏരിയ 336 എന്ന് പറഞ്ഞാൽ ഏരിയ കാണാനുള്ള ഫോർമുല എഴുതും ഈക്വൽ ടു 336. ഇതിൽ തന്നതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, അപ്പോൾ മറ്റത് കണ്ടുപിടിക്കാം. ബേസ് തന്നിട്ടുണ്ട്. ഇതിൽ ബേസ് ബേസ് എവിടെയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്? രണ്ടിൻ്റെയും ബേസ് സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബേസ് 26 ബേസ് ഈക്വൽ ടു 28 അല്ലേ? നമ്മളെടുത്തുള്ള ബേസ് 28 ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. 28 ഇൻറ്റു ഹൈറ്റ് ഈക്വൽ ടു 336. ദെർഫോർ ഹൈറ്റ് ഇസ് ഈക്വൽ ടു എത്ര കിട്ടായി? 28 RHSലേക്ക് പോകുമ്പോൾ 336 ഡിവൈഡഡ് ബൈ 28. 336നെ 28 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എത്ര കിട്ടുക? 336 ഡിവൈഡഡ് ബൈ 28. അപ്പോൾ 1 ടൈം 28, പിന്നെ എത്ര? 5, 6 ഇറക്കി ചെയ്ത് 56. 56 എന്ന് പറഞ്ഞാൽ 28ൻ്റെ ഡബിളാണ്. അപ്പോൾ 2 പ്രാവശ്യം പോകും. 2 ഇൻറ്റു 28 എന്ന് പറഞ്ഞാൽ 56 തന്നെയാണ്, 0. അപ്പോൾ എത്ര ആൻസർ കിട്ടുക? ഹൈറ്റ് 12 സെൻറ്റിമീറ്റർ. 12 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അപ്പോൾ ഹൈറ്റ് നമുക്ക് 12 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. എന്തിൻ്റെ ഹൈറ്റാണ്? ഹൈറ്റ് ഓഫ് ദ ദെർഫോർ ഹൈറ്റ് ഓഫ് ദ പാരലലോഗ്രാം ഒന്ന് എടുത്ത് എഴുതാം. ഹൈറ്റ് 12 സെൻറ്റിമീറ്റർ നമുക്ക് കിട്ടി. അത് നമുക്ക് എടുത്ത് എഴുതാം. പാരലലോഗ്രാമിൻ്റെ തന്നെയാണെന്ന്. ഹൈറ്റ് ഓഫ് ദ പാരലലോഗ്രാം അല്ലേ? ഹൈറ്റ് ഓഫ് ദ പാരലലോഗ്രാം ഇസ് ഈക്വൽ ടു 12 സെൻറ്റിമീറ്റർ. ഇതാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. എ റോംബസ് ഷേപ്ഡ് ഫീൽഡ് ഹാസ് ഗ്രീൻ ഗ്രാസ് ഫോർ 18 കൗസ്. അതായത് റോംബസ് ഷേപ്പ് ആയിട്ടുള്ള ഒരു ഫീൽഡ് 18 കൗസിന് വേണ്ടിയിട്ട് ഗ്രാസ് നട്ടിരിക്കുകയാണ്. ഇഫ് ഈച്ച് സൈഡ് ഓഫ് ദ റോംബസ് ഈസ് 30 മീറ്റർ. ഈ റോംബസിൻ്റെ എല്ലാ സൈഡും 4 സൈഡും 30 മീറ്ററാണ്. ആൻഡ് ഇറ്റ്സ് ലോങ്ങർ ഡയഗണൽ ഈസ് 48 മീറ്റർ. അതിൻ്റെ ലോങ്ങറായ ഡയഗണൽ 48 മീറ്റർ ആണ് തന്നിട്ട്. ഹൗ മച്ച് ഏരിയ ഓഫ് ഗ്രാസ് ഫീൽഡ് വിൽ ഈച്ച് കൗ ബി ഗെറ്റിംഗ്? ഓരോ കവിനും എത്ര ഗ്രാസ് ഫീൽഡ്, എത്ര ഏരിയ ഗ്രാസ് ഫീൽഡ് കിട്ടുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം നമ്മൾക്ക് എന്താ ആദ്യം കാണേണ്ടത്? ഈ റോംബസിൻ്റെ ഏരിയ കാണണം. അതായത് ഇത്രയും ഏരിയയിലാണ് ഗ്രാസ് നട്ടിരിക്കുന്നത്. ഈ ഗ്രാസ് നട്ടിരിക്കുന്നത് 18 കൗസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ സൈഡ് തന്നിട്ടുണ്ട്, ഡയഗണൽ തന്നിട്ടുണ്ട്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ? ഒരു ഡയഗണലേ തന്നിട്ടുള്ളൂ. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത്, അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ റോംബസിൻ്റെ ഏരിയ കാണണം. അപ്പോൾ എത്ര സ്ഥലത്ത് ഗ്രാസ് നട്ടിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അത് 18 കൗസിന് വേണ്ടിയിട്ടാണ് അത്രയും ഏരിയ ഗ്രാസ്. അപ്പോൾ ചോദിച്ചുള്ളത് ഈച്ച് കൗവിന് എത്ര ഏരിയ ഗ്രാസ് കിട്ടുമെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? നമ്മളിവിടെ ഹെറോൺസ് ഫോർമുല ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്, ഏരിയ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിലൊരു ഡയഗണലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഇതിൻ്റെ ഏരിയ കാണാൻ വേണ്ടിയിട്ട് ഈ ഡയഗണൽ നോക്കുമ്പോൾ ഇതൊരു ട്രയാങ്കിൾ, ഇതൊരു ട്രയാങ്കിൾ, രണ്ടും കോൺഗ്രുവൻ്റ് ആയിട്ടുള്ള ട്രയാങ്കിളാണ്. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ ഈ സൈഡ് 30, ഈ സൈഡ് 30, ഈ സൈഡ് 48. ഈ ട്രയാങ്കിളിൻ്റെയും 2 സൈഡ് 30, ഒരു സൈഡ് 48. അപ്പോൾ ഇത് രണ്ടിൻ്റെയും ഏരിയ കണ്ട സെയിം ആയിട്ടാണ് കിട്ടുക. ഈ ഫസ്റ്റ് ട്രയാങ്കിളിൻ്റെയും ഈ സെക്കൻഡ് ട്രയാങ്കിളിൻ്റെയും ഏരിയ നമ്മൾ കാണാൻ പോവുക. എന്നിട്ട് സം ചെയ്യുമ്പോൾ റോംബസിൻ്റെ ഏരിയയായി. ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ പ്ലസ് ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ ഈക്വൽ ടു റോംബസിൻ്റെ ഏരിയ. അപ്പോൾ ഈ 2 ട്രയാങ്കിൾ സെയിം ആണ്. അപ്പോൾ ഒരെണ്ണത്തിൻ്റെ കണ്ടാൽ അത് തന്നെയാണ് മറ്റേൻ്റെ ഏരിയ. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഈ 2 സൈഡും 30 ആണ്, ഈ സൈഡ് 40 ആണ്. ഈ ട്രയാങ്കിളിൻ്റെയും ഈ 2 സൈഡും 30 ആണ്, ഇത് 40 ആണ്. അപ്പോൾ ഇത് ഈക്വൽ ആയിട്ടുള്ള 2 ട്രയാങ്കിളാണ്. അപ്പോൾ ഒരെണ്ണത്തിൻ്റെ ഏരിയ കണ്ടാൽ മതി. അപ്പോൾ നമുക്ക് അങ്ങനെ ആദ്യം എഴുതാം. എന്താ എഴുതേണ്ടത്? സൈഡ് ഓഫ് ദ റോംബസ്. സൈഡ് ഓഫ് ദ റോംബസ് എത്രയായിരുന്നു? 30 മീറ്റർ. ഡയഗണൽ എത്രയാണെന്നുള്ളത്? 48 മീറ്റർ. ഡയഗണൽ 48 മീറ്റർ തന്നിട്ടുണ്ട്. ഇനി എന്താ എഴുതേണ്ടത്? ഫോർ ഫസ്റ്റ് ട്രയാങ്കിൾ ആദ്യത്തെ ട്രയാങ്കിളിൽ ഏരിയ A is equal to 30 മീറ്റർ, B is equal to 30 മീറ്റർ, C is equal to 48 മീറ്റർ. ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാൻ പോകും. ഫസ്റ്റ് ട്രയാങ്കിൾ A 30, B 30, C 48 മീറ്റർ. അപ്പോൾ നമ്മൾ A B C കിട്ടി. ഇനി S കാണണം. S is equal to
എ പ്ലസ് ബി പ്ലസ് സി ബൈ 2 ഈക്വൽ ടു 30 പ്ലസ് 30 പ്ലസ് 48 ബൈ 2 ഈക്വൽ ടു എത്ര കിട്ടുക? 30 പ്ലസ് 30 60, 60 പ്ലസ് 48 108, 108 ബൈ 2. അപ്പോൾ എത്ര കിട്ടുക? 108 10ൽ 2 5 ടൈംസ് പോവും, പിന്നെ 8ൽ 4 54 മീറ്റർ എന്നാണ് കിട്ടുക. എന്ത്? എസ്. ഇനി ഏരിയ ഓഫ് ട്രയാങ്കിൾ. ഏരിയ ഓഫ് ട്രയാങ്കിളിൽ ഫോർമുല അപ്ലൈ ചെയ്ത് എഴുതാം. ആദ്യം എസ്സിന് എപ്പോഴും നിങ്ങൾ ഈ ഫോർമുല എഴുതിയിട്ട് വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. ഈ ഫോർമുലയ്ക്ക് മാർക്കുണ്ട്. നിങ്ങൾ എക്സാമിന് എഴുതുമ്പോൾ ഫോർമുല എഴുതുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അല്ലാണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെക്കരുത്. എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി ദാറ്റ് ഈസ് ഈക്വൽ ടു എസിൻ്റെ വാല്യൂ എത്ര? 54 ഇൻറ്റു 54 മൈനസ് എ എത്ര? 30. അടുത്തത് 54 മൈനസ് 30, ബിയും 30. അടുത്തത് 54 മൈനസ് സി 48. അപ്പോൾ അത്രയും റൂട്ട് ഈക്വൽ ടു 54 ഇൻറ്റു 54 മൈനസ് 30 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടുക? 24 ഇൻറ്റു 54 മൈനസ് 30 എന്ന് പറഞ്ഞാലും 24 ഇൻറ്റു 54 മൈനസ് 48 എന്ന് പറഞ്ഞാൽ 6. അത്രയും റൂട്ട്. ഇനി നമുക്ക് ഇതിനെ ഓരോന്നിനും പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാം. 56 പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ 2 16ൽ 8 56 അല്ല 54 ആണ് അല്ലേ? 54 സോറി, ഇവിടെ എഴുതിയത് തെറ്റി. 54 ആണ്. അപ്പോൾ 54 അപ്പോൾ 2 40ൽ 7. അപ്പോൾ പിന്നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. 9 3 ഇൻറ്റു 9 27, വീണ്ടും 3 വീണ്ടും 3. അപ്പോൾ എത്ര കിട്ടുക? 54 എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 3 2 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 3. ഇനി 24നെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 24 2 കൊണ്ട് 12, വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 6, വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3. അത്രയല്ലേ കിട്ടുള്ളൂ. അപ്പോൾ 24ന് എന്ത് എഴുതാം? 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു അടുത്ത 24ഉം 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 3. 6നെ നമുക്ക് എന്ത് എഴുതാം? 2 ഇൻറ്റു 3. അപ്പോൾ ഇത്രയാണ് നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ കിട്ടുക. 6 ആണ് ഈ അവസാനത്തെ 2 ഇൻറ്റു 3 കേട്ടോ. ഇനി നമുക്ക് പെയറായിട്ട് എടുക്കാം. 2 ഈ 2 ഒരു 2 കിട്ടി, ഇൻറ്റു 3 ഒരു 3 കിട്ടി. പിന്നെ അടുത്തത് ഈ 3ലും ഈ 3ലും ഒരു 3 എഴുതി. പിന്നെ അടുത്ത രണ്ട് 2ൽ ഒരു 2 എഴുതി. ഇനി അടുത്ത രണ്ട് 2ൻ്റെ പെയറിൽ ഒരു 2 എഴുതി. ഇൻറ്റു ഈ ഇവിടെ അടുത്ത വീണ്ടും ഒരു 2 ഉണ്ട്, അപ്പോൾ വീണ്ടും ഒരു 2 എഴുതി. പിന്നെ 3 ഇൻറ്റു 3ൽ ഒരു 3 എഴുതി. ഈക്വൽ ടു ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടും? 2 ഇൻറ്റു 3 6. 2 ഇൻറ്റു 3 6. ഈ 2 ഇൻറ്റു 3 6. അപ്പോൾ രണ്ടും കൂടി ആകുമ്പോൾ 36. പിന്നെ ഇത് എത്ര വരിക? 2 ഇൻറ്റു 2 4. 4 ഇൻറ്റു 3 12. 36 ഇൻറ്റു 12 എത്ര കിട്ടുക? 36 ഇൻറ്റു 12. 2 റിമൈൻഡർ 1. 2 ഇൻറ്റു 3 6 7. മറ്റേത് 36. 2 13 432 അതാണ് ആൻസർ വരിക. 432. ഇത് മീറ്റർ അല്ലേ? മീറ്റർ സ്ക്വയർ. 432 മീറ്റർ സ്ക്വയർ എന്നാണ് ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ കിട്ടുക. അപ്പോൾ ഏരിയ ഓഫ് സെക്കൻഡ് ട്രയാങ്കിളും അത് തന്നെയാണ്. അപ്പോൾ ഫസ്റ്റ് ട്രയാങ്കിളിൻ്റെ ഏരിയ ഓഫ് ഫസ്റ്റ് ട്രയാങ്കിളിൻ്റെ ഇതാണ്. അപ്പോൾ ഏരിയ ഓഫ് സെക്കൻഡ് ട്രയാങ്കിളോ? ഏരിയ ഓഫ് സെക്കൻഡ് ട്രയാങ്കിൾ ഈക്വൽ ടു 432 മീറ്റർ സ്ക്വയർ തന്നെ. രണ്ടും സെയിം ആയിട്ടുള്ള ട്രയാങ്കിൾ ആയതുകൊണ്ട് രണ്ടിൻ്റെയും ഏരിയ 432 മീറ്റർ സ്ക്വയർ തന്നെ. അപ്പം നമ്മൾക്ക് ഏരിയ ഓഫ് ഒരു ട്രയാങ്കിളിൻ്റെ 432 കിട്ടി. ഏരിയ ഓഫ് സെക്കൻഡ് ട്രയാങ്കിളും 432 ആണ്. അപ്പോൾ രണ്ട് ട്രയാങ്കിളിൻ്റെ ഏരിയ 432 ആണ്. അപ്പോൾ ഏരിയ ഓഫ് റോംബസ് എന്താ വരിക? 432 പ്ലസ് 432. രണ്ടിൻ്റെയും കൂടി ഏരിയ സം ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുക? 864 മീറ്റർ സ്ക്വയർ. ഇത്രയാണ് റോംബസിൻ്റെ ഏരിയ കിട്ടുക. 864 മീറ്റർ സ്ക്വയർ. 864 മീറ്റർ സ്ക്വയർ ആണ് ഏരിയ ഓഫ് റോംബസ്. ഇനി നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? ഈ ഏരിയ എത്ര കൗസിന് ഗ്രാസ് പിടിപ്പിക്കാനാണ്? 18 കൗസിനാണ്.
അപ്പം നമുക്കത് എഴുതി വയ്ക്കാം. ഏരിയ ഓഫ് ഗ്രാസ് ഫോർ 18 cows ഈക്വൽ ടു 864 മീറ്റർ സ്ക്വയർ. അപ്പം റോംബസിൻ്റെ ഏരിയ 864 ആണെന്ന് പറഞ്ഞാൽ ഈ 864 ഏരിയ എത്ര കൗസിന് വേണ്ടിയിട്ടുള്ള ഗ്രാസാ? ഏരിയ ഓഫ് ഗ്രാസ് ഫോർ 18 കൗസ്. 18 കൗസിന് ഗ്രാസ് പിടിപ്പിച്ചിട്ടുള്ളത് 864 മീറ്റർ സ്ക്വയറിലാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ, അവസാനത്തെ ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ ഒരു കൗവിന് എത്ര ഏരിയ കിട്ടും എന്നാണ് ക്വസ്റ്റ്യൻ. ഒരു കൗവിന് 18 കൗവിനാണ് ഇത്ര ഏരിയ. ആ റോംബസിൻ്റെ ഏരിയ മൊത്തമാണ് നമ്മൾ കണ്ടത്. ആ മൊത്തം ഏരിയയിൽ 18 കൗസാണ് ഗ്രാസ് തിന്നണത്. അപ്പോൾ 18 കൗസിനുള്ള ഗ്രാസാണ് 864 മീറ്റർ സ്ക്വയർ ഏരിയയിൽ പിടിപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഒരു കൗവിന് എത്ര മീറ്റർ സ്ക്വയർ ഏരിയയിലുള്ള ഗ്രാസ് കിട്ടും എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഏരിയനെ 18 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഒരു കൗവിന് എത്ര ഏരിയ കിട്ടും, എത്ര ഏരിയയിലുള്ള ഗ്രാസ് കിട്ടും നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഏരിയ ഓഫ് ഗ്രാസ് ഫോർ 1 കൗ, ഒരു കൗവിന് കിട്ടണ എത്രയാണെന്ന് വെച്ചാൽ 864 ഡിവൈഡഡ് ബൈ 18. 864നെ 18 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് എത്ര കിട്ടുക? 864, അതായത് 864 ഡിവൈഡഡ് ബൈ 18 ചെയ്യണം. 864 ഡിവൈഡഡ് ബൈ 18 അല്ലേ? 16ൽ 4 ടൈംസ് പോവും. 4 × 8 32, റിമൈൻഡർ 3, 4 × 1 4 72 എന്നാണ് കിട്ടുക. അപ്പോൾ 4 1 അടുത്ത 4 ഇറക്കി എഴുതി. അപ്പോൾ 444ൽ 8 ടൈംസ് പോവും. 8 × 8 64, 6 6ഉം 8 40. അപ്പോൾ എത്ര കിട്ടുക ആൻസർ? 48 മീറ്റർ സ്ക്വയർ. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി. അതായത് ആ റോംബസിൻ്റെ ഏരിയ കണ്ടപ്പോൾ 18 കൗസിന് ഗ്രാസ് ചെയ്യാനുള്ള ഏരിയ നമുക്ക് കിട്ടി. നമ്മുടെ ക്വസ്റ്റ്യൻ നമ്മളോട് അവസാനം ചോദിച്ചുള്ളൂ ഒരു കൗവിനുള്ള ഗ്രാസ് ഉള്ള ഏരിയ എത്രയാണെന്ന് ചോദിച്ചുള്ളത്. അപ്പോൾ 864നെ 18 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമ്മൾക്ക് 14 മീറ്റർ സ്ക്വയർ എന്ന് കിട്ടി. അപ്പോൾ ഒരു കൗവിന് എത്ര ഏരിയ ഉണ്ട് ഗ്രാസ്? 48 മീറ്റർ സ്ക്വയർ ഗ്രാസ് ഉണ്ട്. ഓക്കെ ചിൽഡ്രൻ, താങ്ക് യു.